അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, QLS ഖുർആൻ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സൂറത്തുൽ ലുഖ്മാനിൻ്റെ 29-30 ആയത്തുകളാണ് നമുക്കിന്ന് പഠിക്കുവാനുള്ളത്. ഞാൻ ഖുർആൻ പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر أن الله يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري إلى أجل مسمى وأن الله بما تعملون خبير. ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل وأن الله هو العلي الكبير. ഈ രണ്ട് ആയത്തുകളിലെയും തജ്വീദിൻ്റെ നിയമങ്ങൾ: ഒന്ന്, ഷദ്ദുള്ള നൂനും ഷദ്ദുള്ള മീമും നന്നായി മണിക്കണം. ഒരുപാട് വരുന്നുണ്ട്. അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുന്നഹാറ കുല്ലു യജ്രി ഇലാ അജലിൻ മുസമ്മ വഅന്നല്ലാഹ. ഈ ഷദ്ദുള്ള നൂനും അതേപോലെ തന്നെ ഷദ്ദുള്ള മീമുകളും നന്നായി മണിച്ച് പാരായണം ചെയ്യണം. പിന്നെ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമം പറയുകയാണെങ്കിൽ കുല്ലുൻ യജ്രി, കുല്ലുൻ തൻവീന് ശേഷം യാ വന്നു, ഇദ്ഗാമു ബിഗുന്ന, മണിച്ച് ചേർത്തോതണം. കുല്ലുൻ എന്ന നൂനിനെ യായിലേക്ക് ചേർത്ത് മണിച്ചോതണം. കുല്ലുൻ യജ്രി. അതേപോലെ തന്നെയുള്ള നിയമമാണ് തൊട്ടടുത്ത് അജലിൻ മുസമ്മ, അജലിൻ തൻവീന് ശേഷം മീമ് വന്നു. അപ്പോൾ ആ തൻവീനിൻ്റെ നൂനിന് ശേഷമുള്ള മീമിലേക്ക് ചേർത്ത് മണിച്ചോദനം. മുസമ്മവ, അവിടെയും അതേ ചേർത്തോതുമ്പോൾ മുസമ്മൻ തൻവീന് ശേഷം വാവ് വന്നു, അവിടെ തൻവീനിൻ്റെ നൂനിനെ വാവിലേക്ക് ചേർത്ത് മുസമ്മവ അങ്ങനെ ഓതണം. അപ്രകാരം തൊട്ടടുത്ത ആയത്തിൽ മിൻ ദൂനിഹി സാക്കിനായ നൂനിന് ശേഷം ദാല് വന്നു, മറച്ച് മണിച്ചോദനം, ഇഖ്ഫ എന്ന നിയമമാണ് അവിടെ ഉള്ളത്. അപ്പോൾ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളാണ് ഈ ആയത്തുകളിൽ വന്നിട്ടുള്ളത്. ഒന്ന്, ഇദ്ഗാമും ബിഗുന്ന, 3ഓളം നിയമങ്ങൾ വന്നിട്ടുണ്ട്, സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഇഖ്ഫ വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് മണിക്കേണ്ടതാണ്. ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മണിച്ചോതുക. അർത്ഥം പറയുകയാണെങ്കിൽ ഇനി അർത്ഥത്തിലേക്ക് കിടക്കാം. അലം തറ, തറ എന്ന് പറഞ്ഞാൽ റഅയുടെ മുളാരിയാണ്. തറ കാണുന്നില്ല, കാണുക എന്നാണ് അർത്ഥം. ലം തറ എന്ന് പറഞ്ഞാൽ കണ്ടില്ല. മാദിയായ ഫേലിൻ്റെ അർത്ഥമാണ് അപ്പം ലഭിക്കുക. മാദി മൻഫിയുടെ. ഉദാഹരണമായിട്ട് ലറബ അടിച്ചു, യദ്രിബു അടിക്കും, അടിക്കും. അതിന് മുമ്പിൽ ലം വന്നു കഴിഞ്ഞാൽ ലം യദ്രിബ് അടിച്ചില്ല, അടിച്ചില്ല. മാദി മൻഫിയുടെ അർത്ഥമാണ് കിട്ടുക. അതായത് പാസ്റ്റ് ടെൻസിൻ്റെ നെഗറ്റീവ് മീനിങ് ആണ് കിട്ടുക. ഇവിടെ അതിന് മുമ്പ് ഒരു ആ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ തറ എന്ന് പറഞ്ഞാൽ കാണും, ലം തറ എന്ന് പറഞ്ഞാൽ കണ്ടില്ല. അലം തറ കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ചോദിക്കുന്നു, അലം തറ നബിയെ അങ്ങ് കണ്ടില്ലേ? അന്നല്ലാഹ തീർച്ചയായിട്ടും അള്ളാഹു, യൂലിജുൽ ലൈല ഫിന്നഹാരി രാത്രിയെ പകലിലേക്ക് കടത്തുന്നു, രാത്രിയെ പകലിലേക്ക് കടത്തുന്നു. ഔലജ യൂലിജു എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കുക, കടത്തുക. വയൂലിജു നഹാറ ഫില്ലൈൽ പകലിനെ രാത്രിയിലേക്കും കടത്തുന്നു. വസഖറ ഷംസ വൽ ഖമറ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യനെയും
ചന്ദ്രനെയും അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളായ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും സൃഷ്ടിച്ചിട്ടുള്ളത്. ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ എന്ന് ഖുർആനിൽ ഒരു ഭാഗത്ത് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യർക്ക് അള്ളാഹു ജീവികളെയും പലതിനെയും അധീനപ്പെടുത്തി കൊടുത്തു. ഇത്തരുണത്തിൽ അള്ളാഹു സൂര്യനെയും ചന്ദ്രനെയും അഥവാ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പല വിവരങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. കുല്ലു യജ്രി ഇല അജലിൻ മുസമ്മ, കുല്ലുൻ എല്ലാ വസ്തുക്കളും, യജ്രി അത് സഞ്ചരിക്കുന്നു, ഇല അജലിൻ മുസമ്മ ഒരു നിശ്ചിത അവധിയിലേക്ക് സഞ്ചരിക്കുന്നു. ഒരു നിശ്ചിത അവധി വരെ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവായിട്ട് അത് സഞ്ചരിക്കുന്നു. വ അന്നല്ലാഹ് തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ബിമാ തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഖബീറുൻ സസൂക്ഷ്മം അറിയുന്നവനാണ്. ഖബീർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ പരിശോധിച്ച് മനസ്സിലാക്കി അറിയുന്നതിന് പറയുന്നതാണ്. അലീം മൊത്തത്തിൽ അറിഞ്ഞു, ബസീർ ഉൾക്കാഴ്ചയോട് കൂടി അറിഞ്ഞു. ഖബീർ എന്ന് പറഞ്ഞാൽ ഒരു പരിചിന്തനത്തിന് ശേഷം അള്ളാഹു മനസ്സിലാക്കി അറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ തുടരെയാണ് അവൻ്റെ കുദറത്താണ് പറയുന്നത്. ഇത് അള്ളാഹുവിൻ്റെ മഹത്തായ കുദറത്താണ്, രാപകലുകളുടെ മാറ്റം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷം 365 ദിവസങ്ങൾ നൽകി. ഈ 365 ദിവസങ്ങൾ എങ്ങനെയാണ് മാറി മാറി വരുന്നത്? രാവ് വരുന്നു, പകല് വരുന്നു, അങ്ങനെ മാറി മാറി വന്ന് അങ്ങനെ ഒരു വർഷം പൂർത്തിയാകുന്നു. ഈ വർഷത്തിൻ്റെ ഉള്ളിൽ വ്യത്യസ്ത കാല അവസ്ഥകൾ മാറുന്നു. രാവും പകലും മാറുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മാറ്റങ്ങൾ. അപ്പോൾ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ ഒരു കാലഘട്ടം വരെ അല്ലെങ്കിൽ ഒരു അവധി വരെ നീങ്ങുന്നു എന്നൊരു ഭാഗത്ത്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഒക്കെ ഒരു അവധിക്ക് അനുസരിച്ചിട്ടാണ് ചലിക്കുന്നത്. സൂര്യൻ ദിവസവും ചലിക്കുന്നു, അതുപോലെ തന്നെ ചന്ദ്രൻ ചലിക്കുന്നു, ഭൂമി ചലിക്കുന്നു. അതിനനുസരിച്ചിട്ട് ഓരോ വസ്തുക്കളുടെയും ഈ ചലനങ്ങൾക്ക് കൃത്യമായ സമയനിശ്ചയമുണ്ട്, കൃത്യമായ കാലാവധിയുണ്ട്. ആ കാലാവധിയിലാണ് ഇതൊക്കെ സഞ്ചരിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല, അല്ലെങ്കിൽ ഇതിനെയൊക്കെ സൃഷ്ടിച്ച് തർബിയത്ത് ചെയ്ത് അതിനെയൊക്കെ തർത്തീബായ രീതിയിൽ കൊണ്ടുപോകുന്ന അള്ളാഹു പറയുന്നു, ഇതൊക്കെ ചെയ്യാൻ എനിക്ക് കഴിവുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യം ഞാൻ അറിയുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, ദാലിക ഇത് എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ, ബി അന്നല്ലാഹ ഹുവൽ ഹഖ് തീർച്ചയായിട്ടും അള്ളാഹു ഹുവൽ ഹഖ് അവനാണ് യഥാർത്ഥ സ്ഥിരതയുള്ള അല്ലെങ്കിൽ യഥാർത്ഥ ഇലാഹ് എന്നതിനാലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സ്ഥിരപ്പെട്ട ഒരു സൃഷ്ടാവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ അവനാണ് യഥാർത്ഥ സൃഷ്ടാവ് എന്ന നിലയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ തർത്തീബ് ചെയ്യുന്നത്. വ അന്നമാ യദ്ഊന മിൻ ദൂനിഹി അൽ ബാത്തിൽ, മറ്റായത്തുകളിൽ മറ്റൊരു സ്ഥലത്ത് മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ എന്നുണ്ട്. വ അന്നമാ യദ്ഊന അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒന്ന്, ഒരു ദൈവങ്ങളെല്ലാം, മിൻ ദൂനിഹി അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവങ്ങളെല്ലാം അൽ ബാത്തിൽ അതെന്താണ്? ബാത്തിലാണ്, പാഴാണ്, നിഷ്ഫലമുള്ളതാണ്. അപ്പോൾ ഒന്ന് ഹക്കാണെങ്കിൽ മറ്റുള്ളതൊക്കെ എന്തായിരിക്കും? ബാത്തിലായിരിക്കും. അത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്, ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്. ഈ മുകളിൽ പറയപ്പെട്ടിരിക്കുന്ന സൂര്യചന്ദ്രൻ്റെ മാറ്റങ്ങളും സഞ്ചാരവും അതുപോലെ തന്നെ രാപകലിലെ മാറ്റങ്ങളും ദിവസവും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അള്ളാഹു യഥാർത്ഥ ഇലാഹ് എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവരൊക്കെ എന്താണ്? ബാത്തിലാണ്. വ അന്നല്ലാഹ ഹുവൽ അലിയുൽ കബീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതനും അൽ കബീറു വലിയവനുമാണ്. അൽ അലി എന്ന് പറഞ്ഞാൽ ഉന്നതൻ, ഉയർന്നവൻ. അൽ കബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതനും വലിയവനുമാണ്. അള്ളാഹു അവൻ്റെ കുദറത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവൻ്റെ മഹത്വത്തെയാണ് ഈ രണ്ടായത്തുകളിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതിൻ്റെ ഇടയിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ ആരെ അറിയുന്നുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മം അറിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോന്നും സൂക്ഷിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്യുക, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ ഉപേക്ഷിക്കുക. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മാറ്റവും അതുപോലെ തന്നെ രാപകലുകളുടെ മാറ്റവും അതിൻ്റെ സഞ്ചാരവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഖുദ്റത്തുകളിൽപ്പെട്ടതാണ്, അടയാളങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുദ്റത്തുകൾ കൃത്യമായി മനസ്സിലാക്കി അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.